നിങ്ങളൊരു പ്രകടനം നടത്തിയാലവിടെ നിങ്ങള് സമീപകാലത്തൊരു പ്രകടനം നടത്തി കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് പറഞ്ഞിട്ട് അത് കേട്ട പേരിക്കോല് CPM-ന്റെ ഓഫീസിലാണ്. അതുകൊണ്ട് ഞങ്ങൾ എംഎൽഎയോ ജനപ്രതിനിധികളെയോ ആരെങ്കിലും ഭീഷണിപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ മണ്ണാർക്കാട് കൃത്യമായി ഞങ്ങൾ അതുപോലെ തിരിച്ചടിക്കും. ഒരു സംശയമല്ല. കൃത്യമായി CPM-ന്റെ മണ്ണാർക്കാടിന്റെ ശരീരജീവിതം സമാധാനം അത് തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായും പ്രതിരോധിക്കും. മാത്രമല്ല മണ്ണാർക്കാട് ഒരു പ്രശ്നമല്ല, ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല, എന്തെങ്കിലും ഒരു സൗഹൃദം നഷ്ടപ്പെടുന്ന സാഹചര്യമല്ല. CPM ബോധപൂർവം മണ്ണാർക്കാടിന്റെ സമാധാനവും സ്വൈരജീവനവും നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാരായണൻകുട്ടിയൊക്കെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? കേരളത്തിന്റെ നിയമസഭയിൽ എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് തന്നെ സഭാ ടിവിയിൽ നിന്ന് കിട്ടൂലേ? ഞങ്ങൾ ചോദിക്കുന്നത് അഡ്വക്കേറ്റ് എം ശംസുദ്ദീൻ എന്താണ് വേണ്ടാത്തത് പറഞ്ഞത്? എന്താണ് അസത്യം പറഞ്ഞത്? പറയേണ്ടത് CPM ആണ്. DYFIക്കാരല്ലേ പ്രകടനം നടത്തിയെന്ന് പറ. എന്ത് പറഞ്ഞു എന്നുള്ളത് സഭാ ടിവിയിൽ രേഖയുണ്ട്. എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ. പിന്നെ മാത്രമല്ല ജനങ്ങളൊക്കെ പറയും ശംസു വേണ്ടാത്തത് പറഞ്ഞ അത്രേ പറയുള്ളൂ. മണ്ണാർക്കാട്ടേർക്കറിയാം, ശംസുവിനെ മണ്ണാർക്കാട്ടേർക്കറിയാം എന്ത് വേണ്ടാത്തതാ ശംസു പറയാന്നുള്ളത്. അവിടെ കൃത്യമായി രണ്ടാമത്തെ തവണയാണ് MLA മണ്ഡലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് ആരോഗ്യമന്ത്രി പറയുന്നത്. ആരോഗ്യമന്ത്രിയോട് ആ വകുപ്പ് നോക്കിയാൽ മതി. MLAക്ക് മണ്ഡലം നോക്കാനുള്ള ക്ലാസ് എടുക്കാൻ ആരോഗ്യമന്ത്രി ആയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CPM-ന്റെ ഏരിയ സെക്രട്ടറി ഉത്തരവാദിത്വമില്ലാതെ സംസാരിക്കുക. ഒരു ഉത്തരവാദിത്വമില്ലാതെ ആ കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് ഉത്തരവാദിത്വമില്ലാതെ സംസാരിക്കുക. ഇത് MLA എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞെങ്കിൽ, അരുതാത്തത് പറഞ്ഞെങ്കിൽ സഭാ TV അത് ഒപ്പിയെടുക്കും. എല്ലാവർക്കും അറിയില്ല. അത് പുറത്തു വിടാൻ CPM തയ്യാറാകണം. ഞങ്ങൾ പറയുന്നത് ഒന്നുകിൽ ആ അനാവശ്യമോ അബദ്ധമോ അരുതാത്തതോ പറഞ്ഞത് മണ്ണാർക്കാട്ട് CPM പുറത്തു വിടണം. അല്ലെങ്കിൽ മണ്ണാർക്കാട്ട് ജനങ്ങളോട് CPIM-ന്റെ ഏരിയ കമ്മിറ്റി മാപ്പ് പറയണമെന്നാണ് ഈ സമരത്തിൽ UDYF-ന് പറയാനുള്ളത്. ഞങ്ങൾ ഒന്നുകൂടി വെല്ലുവിളിക്കുന്നു. സഭാ TV MLA മിണ്ടിയാൽ, MLA-മാർ ഇറങ്ങിയാൽ, MLA-മാരുടെ കൈയടിച്ചാൽ നിയമസാമാജികരുടെ എല്ലാ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന സഭാ TV-യാണ് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലുള്ളത്. അതുകൊണ്ട് MLA പറഞ്ഞ എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണം. അത് പുറത്തുവിടാൻ സാധിച്ചില്ല എങ്കിൽ മണ്ണാർക്കാട്ട് CPM-ന് സാമൂഹിക ബാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നാടിനെ കലാപഭൂമിയാക്കാൻ, ആളുകളുടെ ഇടയിൽ സൗഹൃദം നഷ്ടപ്പെടുത്താനുള്ള നല്ല രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൊലാക്കൊരു സ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള CPM-ന്റെ ശ്രമം അവസാനിപ്പിക്കണം. പിന്നെ മറ്റൊരു അതിന്റെ കൂടെ വന്ന ആളുകൾ പ്രസംഗിച്ചതിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. അവരൊക്കെ പ്രസംഗിച്ചത് മാറ്റി പറയാൻ എങ്ങനെയും നോക്കുക. ഒരാൾ പ്രസംഗിച്ചത് രണ്ടാമത് DYFI-ന്റെ കുട്ടി മുമ്പത്തെ പ്രസംഗം നിങ്ങളെ കേട്ടില്ലേ? നിങ്ങളൊക്കെ മൊബൈലിൽ ഉണ്ടല്ലോ. കൃഷ്ണമണിന്ന് പ്രസംഗിച്ചില്ലേ? ഞങ്ങളെ ശശിയേട്ടൻ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിന്ന് പ്രസംഗിച്ചില്ലേ? ഇപ്പൊ മൂപ്പരെന്ന് പറയാണ് ആ സാധനം പോലെ കണ്ണിലെ കരടാണെന്നുള്ളത്. അതുകൊണ്ട് മൈക്ക് കിട്ടുമ്പോ കണകുടാന്ന് വിളിച്ചു പറയുന്നത്.